വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അതിന് കാപ്പി ഇടണമല്ലേ, ചുക്ക് വേണം, കുരുമുളക് വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ചായപാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. തുടർന്ന് ഒരു ഡപ്പ തുറന്ന് നോക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞ് വേറൊരെണ്ണം എടുക്കുന്നുണ്ട്. അന്നേരം പനിക്കാപ്പിയുടെ ഒരു കൂട്ട് കിട്ടുന്നുണ്ട് ഒരു പാക്കറ്റിൽ. അന്നേരം ഇനി സംഭവം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കുകയാണ്. അതേസമയം അവിടെ രാഘവൻ നായരുടെ വീട് കാണിക്കുന്നുണ്ട്. അന്നേരം മുകളിലത്തെ ആ ഒരു ഹാളിലിരുന്ന് രാഘവൻ നായർക്ക് കയ്യിൽ കുഴമ്പൊക്കെ പിള്ള ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾ അവിടെ നിന്ന് അതേ സെറ്റിൽ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതേസമയം ശിവനാണെങ്കിൽ അവിടെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം ഫോൺ ബെല്ലടിക്കുന്നതായിട്ട് ശ്യാമ നിൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ വരുന്നുണ്ടോ, ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നോ എന്ന് പറഞ്ഞ്. അന്നേരം പിന്നെ അതൊക്കെ അടുത്തടുത്ത് വെക്കണ്ടേന്ന് പറയുമ്പോൾ കുട്ടികൾ എടുത്തിട്ട് മറന്നു വെച്ചതാണ് എന്നിങ്ങനെ ഗെയിം കളിക്കാൻ എടുത്തതാണെന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട്, ഇല്ല അച്ചച്ച ശ്യാമ ആൻറ്റി അവിടെ മറന്നു വെച്ചതാണ്, കള്ളം പറയുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ കോളം കട്ടാവുന്നുണ്ട്. അന്നേരം സേവ് ചെയ്യാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എടുക്കാതിരിക്കുമ്പോൾ ശിവൻ വീണ്ടും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. അന്നേരം ഒന്നുകൂടെ വിളിക്കുന്നല്ലോ, ആരായാലും എടുക്കാമെന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അന്നേരം ശിവനാണെന്ന് പറയുമ്പോൾ ശിവനോ താൻ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ചൂടാവുകയാണ്. അന്നേരം സത്യഭാമയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം കുട്ടികൾ ശ്രദ്ധിക്കുക, രാഘവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അതേ ശാലിനിക്ക് നല്ല പനി, ചുട്ട് പൊള്ളുന്ന പനിയുണ്ട്, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് കൂട്ടാക്കുന്നില്ല. ശ്യാമ ഒന്ന് ഇവിടം വരെ വരികയാണെങ്കിൽ ഒരു ശാലിനിക്കതൊരു സഹായമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ രസിക്കാതെ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞേച്ചിക്ക് പനിയാണെന്ന്, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് നോക്കാൻ ചെല്ലണമെന്ന് പറയുകയാണ്. അന്നേരം പുതിയ ഭർത്താവ് പിന്നെ അവനല്ലേ ചുമക്കാമെന്നേറ്റത്, നമ്മുടെ ആവശ്യം എന്താണെന്ന് പുതിയ ഭർത്താവ് അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് സത്യഭാമ പറയുന്നുണ്ട്. നീ അതുപോലെ അങ്ങോട്ട് പറയുമെന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നോക്കുന്നുണ്ട്. പക്ഷേ ഭാമ ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട്, അതെ എനിക്ക് പുതിയ ഭർത്താവ് നോക്കാമെന്നേറ്റതല്ലേ, ഞാനിവിടെ വന്നിട്ട് എന്താ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറും പാവാനോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവിടെ റാണിയും പിന്നെ റാണിയുടെ അമ്മയൊന്നുമില്ല, ശ്യാമ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുവരായിരുന്നു എന്ന് പറയുമ്പോഴാണ് ശ്യാമ ഇങ്ങനെ ഒരു വാചകം പറയുന്നത്. അന്നേരം ശിവനാകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അറിഞ്ഞു കൊടുത്ത ശിക്ഷ തന്നെയാണെന്നൊക്കെ ശ്യാമ പറയുമ്പോൾ നെറികേട് പറയരുത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ശാലിനി ജീവിച്ചത്, അവളുടെ എൻ്റെ അറിവിൽ അവളുടെ ഒരു കാര്യത്തിന് വേണ്ടി നോക്കിയിട്ടില്ല, നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് പിന്നെ താൻ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ശിവനും കൂടെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശ്യാമ രക്ഷണമിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം നെറികേട് കാണിക്കുന്ന ചെയ്യൽ നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് അവൾ എല്ലാ കാലവും ജീവിച്ചിട്ടും ഉള്ളത്. അതുകൊണ്ട് പിന്നെ എന്നെ കൊണ്ട് നോക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നോക്കുന്നതിനൊരു പരിധിയുണ്ട്, എനിക്ക് ശാലിനിക്ക് എന്നെയും അറിയാം, അതുകൊണ്ട് സഹായത്തിനായിട്ട് വിളിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ഭാമയെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, അവൻ എന്താ പറയുന്നത്. അന്നേരം ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഉള്ളൂ, നോക്കി വെക്കുള്ളൂ എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങോട്ട് തന്നെ ബാക്കി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഫോൺ വാങ്ങിക്കുകയാണ്. അന്നേരം ഞാൻ സത്യാമ്മയാണെന്ന് പറയുമ്പോൾ സത്യാമ്മയെന്ന് പറഞ്ഞ ശിവൻ മയത്തി പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നീയല്ലേ അവളെ ചുമക്കാമെന്നേറ്റത്, അപ്പോൾ നീ തന്നെ നോക്കിക്കോ, എൻ്റെ മകനെ ഇല്ലാതാക്കിയതിന് അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ്, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവളെ നരകിക്കുക തന്നെ വേണം, ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല, അവൾ അവിടെ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ശാപമാക്കുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് ഫോൺ അങ്ങ് വയ്ക്കുന്നുണ്ട്. അന്നേരം ശിവനാകപ്പാടെ അങ്ങോട്ട് വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ശാലിനിയെ ശിവനെ ചേർത്ത് തന്നെയാണ് ഭാമയെ ശ്യാമയോട് സംസാരിക്കുന്നത്. അന്നേരം ശാലിനി കുട്ടികൾ പറയുന്നുണ്ട്, നമുക്ക് അമ്മയുടെ അടുത്ത് പോകണം, അച്ചച്ചാ പോകണമെന്ന് പറയുമ്പോൾ ഒരിടത്തേക്കും പോകണില്ല, ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറഞ്ഞ് കുട്ടികളെ അങ്ങോട്ട് പിടിക്കുകയാണ് ഭാമ. അന്നേരം കുട്ടികൾ പറയുന്നുണ്ട് പോകണമെന്ന്. അന്നേരം പറയുകയാണ്, രാഘവൻ നായരും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ദൈവദ്രോഹം കാണിക്കരുത്, ദൈവം നിനക്ക് ശിക്ഷ തരുമെന്ന് പറയുമ്പോൾ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ഇവിടെ നിന്ന് ആരും പോകണില്ല, പോവുകയാണെങ്കിൽ ഞാൻ മുറിയിൽ പൂട്ടിയിടും, എന്നെ അറിയാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ്. അന്നേരം കുട്ടികൾ പറയുന്നുണ്ട്, നമുക്ക് അമ്മയെ കാണണം പോകണമെന്നൊക്കെ. എന്നൊരു അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. തുടർന്ന് ശ്യാമയും അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിള്ളയോട് രാഘവൻ നായർ പറയുന്നുണ്ട്, എടോ ശാലിനിക്ക് അസുഖമാണെങ്കിൽ നമ്മളൊന്ന് പോയി തിരക്കണ്ടേ. അന്നേരം അത് സത്യാമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകാമെന്ന് പിള്ളയെ നിസ്സഹായമായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ശിവനാണെങ്കിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശാലിനിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനിയോട് കാപ്പി റെഡി എഴുന്നേക്കാൻ പറയുകയാണ്. അന്നേരം ശാലിനി പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ പറ്റുന്നില്ല. അന്നേരം ശിവൻ പതിയെ പിടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം എഴുന്നേറ്റോ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ശിവൻ അതങ്ങോട്ട് കൊടുക്കുകയാണ്. അന്നേരം ശകലം അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി മാറ്റി വയ്ക്കുകയാണ്. അന്നേരം മുഴുവനും കുടിക്കുക, തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ചുക്കും കുരുമുളകും പനിക്കൂർക്കിടയിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം തൊണ്ടയുടെ കീഴ്പോട്ട് ഇറങ്ങുന്നില്ല, എന്തോ കെട്ടിക്കിടക്കുന്നത് പോലെ എന്ന് പറയുകയാണ്. അന്നേരം അത് പനി ആയതുകൊണ്ട് തനിക്ക് തോന്നുന്നതാണ്,
ഇതൽപ്പം അകത്ത് ചെന്നാലേ എല്ലാം മാറിക്കോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശിവൻ കസേരയിട്ട് അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് തനിക്ക് പനിയാണ്, ഞാൻ ശ്യാമയെ വിളിച്ചിരുന്നു, പനിയാണെന്ന് സൂചിപ്പിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി വലിയ ഇതിൽ പ്രതീക്ഷയിൽ ശിവനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ശിവൻ പറയുമ്പോൾ ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്നേരം അവൾ വരില്ല എന്ന് പറഞ്ഞു അല്ലേ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇന്ന് ഒരു അസുഖം വന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനോ ഓടി വരാനോ ആരും ഇല്ല അല്ലേ എന്നിങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണ്. അത് മുഴുവനും കുടിക്കുക തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആലോചിക്കുകയാണ്, ശാരദാമ്മയാണ് ആലോചിക്കുന്നത്. എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്നത് ആലോചിക്കുകയാണ്. ആ ഒരു സംരക്ഷണം ശാലിനി അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയുടെ ആ ഒരു സാമീപ്യം. എന്നിട്ട് ശാരദാമ്മ പറയുന്നത് ഓർമ്മിക്കുന്നുണ്ട്, ഒരു നീണ്ട കടമ്പയാണ് നിൻ്റെ മുന്നിൽ കിടക്കുന്നത്, നീ എന്ത് പ്രതിസന്ധികളുണ്ടായാലും തരണം ചെയ്ത് മുന്നോട്ട് പോകണം, കുടുംബം നോക്കണം എന്നൊക്കെ പറഞ്ഞതിനെ ഓർമ്മിക്കുകയാണ്. അന്നേരം അമ്മ ഉണ്ടായിരുന്നെങ്കിലും എനിക്കിതുപോലെയൊക്കെ ചെയ്ത് തരുമായിരുന്നു, പക്ഷേ അമ്മയുണ്ടെന്ന് പ്രതീക്ഷയിലാണ് പോകുന്നത്, ഇപ്പോൾ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തിനാ നമുക്ക് കുറേശ്ശെ അസുഖങ്ങളൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും, പിന്നെ വലിയ വലിയ ചിന്തകളിലേക്കൊക്കെ എന്തിനാ പോകുന്നത്, ഇതിപ്പോൾ ആരും ഒന്നിനും സഹായത്തിന് ആരും ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകും, ഏത് കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും, അതുപോലെ തനിക്ക് നമുക്ക് നമ്മളെ പരസ്പരം അറിയാമല്ലോ, പിന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, താൻ കുടിക്ക് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി അത് കുടിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യയ്ക്കും പപ്പിക്കും കിടന്നിട്ടാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല. അവരാണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അന്നേരം സത്യ പറയുന്നുണ്ട്, ഉറക്കം വരുന്നില്ല, അന്നേരം നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുമല്ലേ, പിന്നെ നമുക്ക് എങ്ങനെ ഉറക്കം വരും, ഇപ്പോൾ നമ്മുടെ സഹായമെങ്കിലും അമ്മയ്ക്ക് വേണ്ടേന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്. പിന്നെ നമ്മളെങ്ങനെ പോകുമെന്നിങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് അച്ഛനോട് പറയാം, അന്ന് അച്ഛനല്ലേ നമ്മളെ കൊണ്ടുപോയെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി രാഘവന്നേരെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അന്നേരം കുട്ടികൾ ആകെ വിഷമത്തിലായിരിക്കുമെന്നും പറഞ്ഞ് രാഘവന്നേരയുടെ മുകളിലത്തെ സെറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അച്ഛാന്നും പറഞ്ഞ് കുട്ടികൾ ഓടി ചെല്ലുകയാണ്. അന്നേരം നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ പോകും എന്ന് പറയുന്നുണ്ട്. അന്നേരം അന്ന് നമുക്ക് ആരും കാണാതെ പോകാമെന്നൊക്കെ പറയുകയാണ്. അന്നേരം നിങ്ങളിങ്ങനെ ബഹളം പിടിച്ചാൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ പോയില്ലേ അതുപോലെ പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ സമാധാനം തകർക്കുന്ന ഏർപ്പാടാണ്, എന്നാലും നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയല്ലേ പോകാം എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്നേരം കൊണ്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഈ രാഘവന്നേരുടെ വേഷം പിന്നെ മുണ്ടും ബനിയനും തോർത്തുമാണ് ഇട്ടിരിക്കുന്നത്. അന്നേരം കുട്ടികൾ പറയുന്നുണ്ട്, ഈ വേഷത്തിലാണ് പോകുന്ന, ഉടുപ്പൊക്കെ മാറണ്ടേ, അന്നേരം കൂടുതൽ ഭംഗി വരുത്താൻ എന്നാലേ ഫാമ കാണുമെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് എങ്കിൽ നമുക്ക് പോകാം, അയ്യോ വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കുട്ടികളങ്ങോട്ട് രാഘവന്നേരം പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ ശ്യാമയും ഭാമയും കൂടി വരുന്നുണ്ട്. വാഹനം വല്ലതും സൗകര്യം ഉണ്ടാക്കണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭാമ വരുന്നത്. അന്നേരം കുട്ടികളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം അല്ല, ഈ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടില്ല, അതുകൊണ്ടാണ് വണ്ടി വല്ലതും വേണമെന്ന് ചോദിക്കുന്നു. അന്നേരം ഭാമയെ കുട്ടികൾ വിഷമത്തിലാണ്, അവരെ അടുത്ത് പോകണമെന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് അമ്മയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ അടുത്തൊന്നും പോകുന്നില്ല, ആരെടുത്തോട്ടും പോകണ്ട, അവളിപ്പോൾ കണ്ടിടം പോയി അഴിഞ്ഞാടി നടക്കുകയല്ലേ, അതുകൊണ്ട് അവളുടെ അടുത്തൊന്നും പോകണ്ടെന്ന് പറയുക. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് പനിയും അസുഖം ഒന്നുമില്ല, അവിടെ ഹണിമൂൺ ആഘോഷിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കാൻ സമയമൊന്നും കിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്നേരം വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒരിടത്തേക്കും പോകുന്നില്ല, ആരും ഇവിടെ നിന്നങ്ങനെ പോവുകയാണെങ്കിൽ രാഘവേട്ട നിങ്ങളിങ്ങനെ പൂട്ടിയിടും എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്നേരോടും ദേഷ്യപ്പെടുന്നുണ്ട്, കുട്ടികളോടും ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പൊന്നിയോട് പറയുന്നുണ്ട്, ഞാനേ കൂടുതൽ വെച്ചാൽ ഗേറ്റ് അങ്ങോട്ട് പൂട്ടും എന്ന് പറഞ്ഞിട്ട് പൊന്നിയോട് പറയുന്നുണ്ട്, ആ പടിപ്പുരയുടെ കീയും ഗേറ്റിൻ്റെ മുൻവശത്തെ ഗേറ്റിൻ്റെ കീ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ പൊന്നി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണുമല്ലോ, പോയാലും എൻ്റെ സ്വഭാവം മാറും, എന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയോട് പറയുന്നുണ്ട്. ശ്യാമയെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ ശ്യാമയെ കുട്ടികളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കുട്ടികൾ അച്ഛാന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ ശ്യാമ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പൊന്നി അവിടെ തന്നെ നിങ്ങൾക്ക് പൊന്നി പൊക്കി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ പൊന്നി താക്കോലെടുക്കാനായിട്ട് പൂട്ടി താക്കോലെടുക്കാൻ താഴേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് രാഘവന്നേരെയും വഴക്ക് പറഞ്ഞുകൊണ്ട് ഭാമ അങ്ങ് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം കുട്ടികൾ വീണ്ടും ശ്യാമയുടെ കൈവിട്ടിച്ച് രാഘവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛാ നമ്മൾ എങ്ങനെ പോകണം, വേറെ ആരുമില്ല, അമ്മയ്ക്ക് സഹായത്തിന് നമ്മളല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രാഘവന്നേരെ പതിയെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ നടക്കൂല, നമുക്ക് നാളെ നോക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ വീണ്ടും വരുന്നുണ്ട്. അന്നേരം എന്താ ഒരു സ്വകാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വീണ്ടും കുട്ടികളെ ബലമായിട്ട് ഈ ശ്യാമയാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. രാഘവന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേസമയം അവിടെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ശാലിനിയാണെങ്കിൽ വീണ്ടും കിടക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം തുണി നനച്ച് ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇടാനാണ്. എന്നിട്ട് അവിടെ കസേരയിലോട്ട് ഇരുന്നിട്ട് ശാലിനിയുടെ നെറ്റിയിലേക്ക് അതിൽ ഐസ് വെള്ളത്തിൽ മുക്കിയിട്ട് നെറ്റിയിലേക്ക് ഇടുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതും കൂടി ആകുമ്പോൾ നാളത്തേക്ക് കുറയും, പിന്നെ ചുക്ക് കാപ്പിയെ കുടിച്ചിട്ടുണ്ടല്ലോ, നാളെ രാവിലെയും കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, വന്നില്ലെങ്കിൽ ഞാൻ പൊക്കി എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുകയാണ്. അന്നേരം പൊക്കി എടുത്തുകൊണ്ട് പോകും, അതൊക്കെ കേസാവും, ജില്ലാ കളക്ടറെ പൊക്കിയതിന് എന്നിങ്ങനെ
ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതായത് ജില്ലാ കളക്ടറെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. പിന്നെ നമ്മുടെ സംഭവം വൈറലാക്കാനായിട്ട് യൂട്യൂബർമാരും ഉണ്ടല്ലോ, വൈറൽ യൂട്യൂബറും ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ശിവനങ്ങോട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ശാലിനി ഇങ്ങനെ ശിവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം എന്താ ആലോചിച്ചത്, എന്തോ വലിയ ആലോചനയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരൊക്കെ എന്തൊക്കെ സഹായത്തിന് ആരുണ്ടായാലും വേറെ ആരും കാണില്ല, ഇപ്പോൾ എന്നെ കാരണം പിന്നെ ശിവനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ വീണ്ടും തമാശ രൂപത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് തന്നെ കാരണം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നഷ്ടമാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നെ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമുക്ക് സഹായത്തിന് വരുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ താൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കണ്ടിട്ടില്ലല്ലേ, പ്രതീക്ഷിക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു എന്ന് പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ ഈ സമയത്ത് തന്നെ നോക്കാൻ ഞാനല്ലാതെ പിന്നെ വേറെ ആരെന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ശാലിനി പറയുന്നത്, അപ്പോൾ പിന്നെ ശിവനല്ലായിരുന്നെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം തന്നെ നോക്കണമെന്ന് എന്നെ ആരോ ഏൽപ്പിച്ച പോലെയാണ്, എൻ്റെ മനസ്സിലുള്ളിലിരുന്നു നമ്മൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് ശാലിനിയെ നന്നായിട്ട് നോക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ശാലിനിക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ശിവനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ശാലിനിക്ക് അസുഖം കുറയുമായിരിക്കും. ഇനി രാത്രി പനി കൂടുമോ എന്നറിയില്ല. അത് അപ്പോൾ ഇനി ശിവൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമെന്നുള്ളത് ഈ എപ്പിസോഡിലും കാണിച്ചില്ല. അത് നാളെ അറിയത്തുള്ളൂ എന്താകും എന്നുള്ളത്. നമുക്ക് വരും എപ്പിസോഡ് വഴിയെ കാണാം. ഇനി കുട്ടികളെന്തായാലും നാളെ രാഘവൻ കൊണ്ടുവരുമായിരിക്കും, അതും കാണാം. ഓക്കെ, താങ്ക് യു.